ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2022 കേരള PSC നടത്തിയ പരീക്ഷകളിലെ വേൾഡ് ജോഗ്രഫിയിൽ നിന്ന് വന്നിട്ടുള്ള മുൻ വർഷ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. ഇവിടെ നമ്മൾ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യുന്നത് കേരള PSCയുടെ ഫൈനൽ ആൻസർ കീ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം ഏതാണ്? സൂര്യൻ. ഈ ക്വസ്റ്റ്യൻ പെട്ടെന്ന് വായിക്കുന്ന സമയത്ത് ആൽഫ സെൻറ്ററി കാണുമ്പോൾ ചെറിയൊരു ഡൗട്ട് വരും അല്ലേ? ആൽഫ സെൻറ്ററി എന്ന് പറയുന്നത് ഒരു സ്റ്റാർ സിസ്റ്റമാണ്. ആ ആൽഫ സെൻറ്ററി എന്ന സ്റ്റാർ സിസ്റ്റത്തിലുള്ള ഒരു സ്റ്റാറാണ് പ്രോക്സിമ സെൻറ്ററി. ആ പ്രോക്സിമ സെൻറ്ററിയുടെ പ്രത്യേകത എന്താണ്? സൂര്യൻ കഴിഞ്ഞാൽ ഭൂമിയോട് അടുത്തുള്ള നക്ഷത്രമാണ് പ്രോക്സിമ സെൻറ്ററി. ഭൂമിയോട് അടുത്തുള്ള നക്ഷത്രം സൂര്യനാണ്. സൂര്യൻ കഴിഞ്ഞാൽ ഭൂമിയോട് അടുത്തുള്ള നക്ഷത്രം പ്രോക്സിമ സെൻറ്ററിയാണ്. ആ പ്രോക്സിമ സെൻറ്ററി കാണുന്ന സ്റ്റാർ സിസ്റ്റമാണ് ആൽഫ സെൻറ്ററി. ഓക്കെ, നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത ഗ്രഹം. ഓപ്ഷൻസ്: ചൊവ്വ, വ്യാഴം, യുറാനസ്, ശനി. ആൻസർ യുറാനസ്. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത ഗ്രഹം യുറാനസ്. 2022 ഭൗമദിനത്തിൻ്റെ എർത്ത് ഡേയുടെ തീം എന്ന് പറയുന്നത് ഇൻവെസ്റ്റ് ഇൻ അവർ പ്ലാനറ്റ് ആണ്. 2022 എർത്ത് ഡേ, 2022 ഭൗമദിനത്തിൻ്റെ തീം എന്ന് പറയുന്നത് ഇൻവെസ്റ്റ് ഇൻ അവർ പ്ലാനറ്റ്. ഭൂമിയുടെ വൻകര ഭൂവൽക്കത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ധാതുക്കൾ ഏതെല്ലാം? അലൂമിനിയം, സിലിക്ക. ഭൂമിയുടെ വൻകര ഭൂവൽക്കത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ധാതുക്കൾ ഏതെല്ലാമാണ്? അലൂമിനിയം, സിലിക്ക. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകമാണ് ഓക്സിജൻ. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകമാണ് ഓക്സിജൻ. ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കിയിട്ട് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇതിൻ്റെ ആൻസർ ബി ആണ്. സ്റ്റേറ്റ്മെൻറ്റ് എ കറക്റ്റും ബി റോങ്ങുമാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്: The narrow zone of discontinuity based on change in mineral composition between crust and mantle is known as Mohorovičić discontinuity. So ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്: The crust and upper mantle are together called asthenosphere. ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഇതിൽ ഈ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. കാരണം ഈ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് The crust and upper mantle are together called asthenosphere എന്നാണ് ഈ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. അത് തെറ്റാണ്. ക്രസ്റ്റും അപ്പർ മാന്റിലും ചേരുന്ന ഭാഗത്തെ നമ്മൾ അസ്തനോസ്ഫിയർ എന്നല്ല, ലിത്തോസ്ഫിയർ എന്നാണ് പറയുക. ലിത്തോസ്ഫിയറിൻ്റെ താഴെ കാണുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയർ. സോ ക്രസ്റ്റും അപ്പർ മാന്റിലിൻ്റെ റിജിഡ് ആയിട്ടുള്ള സോളിഡ് ആയിട്ടുള്ള ഭാഗവും ചേരുന്നതിനെ നമ്മൾ ലിത്തോസ്ഫിയർ എന്നാണ് പറയുക. ഓക്കെ, അതുകൊണ്ടാണ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായത്. സോ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഒന്നുകൂടെ വായിക്കാം. ദ നാരോ സോൺ ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ബേസ്ഡ് ഓൺ ചേഞ്ച് ഇൻ മിനറൽ കമ്പോസിഷൻ ബിറ്റ്വീൻ ക്രസ്റ്റ് ആൻഡ് മാന്റിൽ ഈസ് നോൺ ആസ് മൊഹറോവിസിക് ഡിസ്കണ്ടിന്യൂറ്റി. 2800 കിലോമീറ്റർ ആഴം മുതൽ കാമ്പിൻ്റെ ന്യൂക്ലിയസ് വരെ വ്യാപിച്ചു കിടക്കുന്ന ഭൂമിയുടെ ഏറ്റവും ഉൾഭാഗത്തെ ഡാഷ് എന്ന് വിളിക്കുന്നു? ബാരിസ്ഫിയർ. സോ ദ ഇന്നർമോസ്റ്റ് സോൺ ഓഫ് ഇൻറ്റീരിയർ ഓഫ് ദ എർത്ത് എക്സ്റ്റെൻഡ്സ് ഫ്രം 2800 കിലോമീറ്റർ ഡെപ്ത് ടു ദ ന്യൂക്ലിയസ് ഓഫ് ദ കോർ ഈസ് ടേംഡ് ആസ് ബാരിസ്ഫിയർ. Consider the following statements related to seismic waves. Which of the given statements is or are correct? Seismic wave ആയിട്ട് ഭൂകമ്പ തരംഗങ്ങളായിട്ട് ബന്ധപ്പെട്ട് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ആൻസർ സി ആണ്. എയും ബിയും ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ്. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്: സർഫസ് വേവ്സ് കവർ ലാർജ് ഡിസ്റ്റൻസ് ഓഫ് ഓൾ സീസ്മിക് വേവ്സ്. പി വേവ്സ് ട്രാവൽ വിത്ത് ഫാസ്റ്റസ്റ്റ് സ്പീഡ് ത്രൂ സോളിഡ് മെറ്റീരിയൽ. ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. സോ സീസ്മിക് വേവുമായിട്ട് ബന്ധപ്പെട്ട് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്: സർഫസ് വേവ്സ് കവർ ലാർജസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഓൾ സീസ്മിക് വേവ്സ്. പി വേവ്സ് ട്രാവൽ വിത്ത് ഫാസ്റ്റസ്റ്റ് സ്പീഡ് ത്രൂ സോളിഡ് മെറ്റീരിയൽ. ഇതിൽ ഈ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. കാരണം ഈ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് എസ് വേവ്സ് ക്യാൻ പാസ് ത്രൂ ബോത്ത് സോളിഡ് ആൻഡ് ലിക്വിഡ് മീഡിയം എന്നാണ്. അത് തെറ്റാണ്. കാരണം എസ് വേവിന്, ഈ ബോഡി വേവ് ആയിട്ടുള്ള എസ് വേവിന് സോളിഡ് മീഡിയത്തിലൂടെ മാത്രമാണ് ട്രാവൽ ചെയ്യാൻ പറ്റുക. ലിക്വിഡ് മീഡിയത്തിലൂടെ ട്രാവൽ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായത്. സോ എസ് വേവിന് സോളിഡ് മീഡിയത്തിലൂടെ മാത്രമാണ് ട്രാവൽ ചെയ്യാൻ പറ്റുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ് അബൌട്ട് ദ എർത്ത് കേക്ക് വേവ്സ്? ഭൂകമ്പ തരംഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ എ ആണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് കറക്റ്റ് ആയിട്ടുള്ളത്. അതായത് പി വേവ്സ് ക്യാൻ ട്രാവൽ ത്രൂ സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസസ് മെറ്റീരിയൽസ്. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് പി വേവ്സ് ക്യാൻ ട്രാവൽ ത്രൂ സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസസ് മെറ്റീരിയൽസ്. ഇവിടെ ഈ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്.
നേരത്തെ സെയിം റീസൺ തന്നെ. എസ് വേവ് നമുക്കറിയാം സോളിഡ് മീഡിയത്തിലൂടെ മാത്രമാണ് എസ് വേവ് ട്രാവൽ ചെയ്യുക, ലിക്വിഡ് മീഡിയത്തിലൂടെ ട്രാവൽ ചെയ്യില്ല. അതുകൊണ്ടാണ് ഈ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായത്. ഇനി ഈ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാവാൻ കാരണം തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ പറയുന്നത് ദ സർഫേസ് വേവ്സ് ആർ ദ ഫസ്റ്റ് ടു റിപ്പോർട്ട് ഓൺ സീസ്മോഗ്രാഫ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. കാരണം സീസ്മോഗ്രാഫിൽ ആദ്യം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് സർഫേസ് വേവ് അല്ല, പി വേവ്സ് ആണ്, പ്രൈമറി വേവ്സ് ആണ്. സോ പ്രൈമറി വേവ്സ് ആണ് സീസ്മോഗ്രാഫിൽ ആദ്യം തന്നെ എത്തുക, സർഫേസ് വേവ് അല്ല. സർഫേസ് വേവ് അവസാനമാണ്. ഫസ്റ്റ് പ്രൈമറി വേവ് എത്തും, അതായത് പി വേവ് ഫസ്റ്റ് എത്തും, അത് കഴിഞ്ഞിട്ട് എസ് വേവ് എത്തും, പിന്നെയാണ് സർഫേസ് വേവ് എത്തുക. അതുകൊണ്ട് ഈ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. സോ ഇതിൻ്റെ കൂടെ ഒരു പോയിൻ്റ് കൂടെ പറയാം. പി വേവ്സ് ആണ് ഫാസ്റ്റസ്റ്റ് സീസ്മിക് വേവ്സ്. അതുകൊണ്ടാണ് അത് ആദ്യം തന്നെ സീസ്മോഗ്രാഫിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ നോട്ട് കറക്റ്റായിട്ട് മാച്ച് ചെയ്തതാണ് ചോദിച്ചിട്ടുള്ളത്. ശരിയായിട്ട് മാച്ച് ചെയ്യാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ സി ആണ്, സി ഓൺലി. അതായത് സർഫേസ് വേവ്, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്, ഇതാണ് ശരിയായിട്ട് മാച്ച് ചെയ്യാത്തത്. ഇവിടെ ഈ തേർഡ് പെയർ പറയുന്നത് സർഫേസ് വേവ്, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്നാണ്. അത് തെറ്റാണ്. സർഫേസ് വേവ് എന്ന് പറയുന്നത് ട്രാൻസ്വേഴ്സ് വേവും അല്ല, ലോഞ്ചിറ്റ്യൂഡിനൽ വേവും അല്ല. അതിൻ്റെ രണ്ടിൻ്റെയും ഒരു കോമ്പിനേഷനാണെന്നാണ് പറയുന്നത്. ആ കോമ്പിനേഷൻ കൊണ്ട് തന്നെ ഒരു സർക്കുലർ മോഷനാണ് സർഫേസ് വേവിൽ ഉണ്ടാകുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഈ പേര് കറക്റ്റ് അല്ലാത്തത്. ഇനി ബാക്കിയുള്ള പേഴ്സ് നോക്കുന്ന സമയത്ത് പ്രൈമറി വേവ് എന്ന് പറയുന്നത്, പി വേവ് എന്ന് പറയുന്നത്, അത് ട്രാവൽ ചെയ്യുന്ന മീഡിയത്തിൽ കംപ്രഷനും റെയർഫാക്ഷനും ഉണ്ടാക്കിയിട്ടാണ് പോവുക. അതുകൊണ്ട് തന്നെ പ്രൈമറി വേവ്, കംപ്രഷൻ ഓർ റെയർഫാക്ഷൻ വേവ്സ് എന്നുള്ളത് കറക്റ്റ് പെയറാണ്. ഇനി സെക്കൻഡറി വേവ്, എസ് വേവ് എന്ന് പറയുന്നത് ഒരു ട്രാൻസ്വേഴ്സ് വേവ് ആണ്, അല്ലെങ്കിൽ അതിൻ്റെ വേറെ പേരുകളാണ് ട്രാൻസ്വേഴ്സ് വേവ്, ഷിയർ വേവ്, ഡിസ്റ്റോഷണൽ വേവ്സ്. ഇതൊക്കെ സെക്കൻഡറി വേവ്, എസ് വേവിൻ്റെ വേറെ പേരുകളാണ്. സോ സെക്കൻഡറി വേവ്, ഡിസ്റ്റോഷണൽ വേവ്സ്. ഇനി ഫോർത്ത് പെയർ റെയ്ലി വേവ് 1887 എന്ന് പറയുന്നത്. റെയ്ലി വേവ് ഒരു ടൈപ്പ് ഓഫ് സർഫേസ് വേവ് ആണ്. അത് കണ്ടുപിടിച്ചത്, അത് ഡിസ്കവർ ചെയ്തത് ലോർഡ് റെയ്ലി ആണ് ഇൻ 1887. അതുകൊണ്ട് ഫോർത്ത് പെയറും കറക്റ്റാണ്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ എ ആണ്, 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ്. അതായത് പുതിയ എക്കൽ നിക്ഷേപങ്ങളെ ഗാദർ എന്ന് അറിയപ്പെടുന്നു, കറുത്ത മണ്ണിനെ റിഗർ എന്ന് വിളിക്കുന്നു. സോ ആൻസർ 1ഉം 2ഉം സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ശരിയായിട്ടുള്ളത്. പുതിയ എക്കൽ നിക്ഷേപങ്ങളെ ഗാദർ എന്ന് അറിയപ്പെടുന്നു, കറുത്ത മണ്ണിനെ റിഗർ എന്ന് വിളിക്കുന്നു. ഇതിൽ ഈ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാവാൻ കാരണം തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് കറുത്ത മണ്ണിന് ഈർപ്പം വഹിക്കുവാനുള്ള കഴിവ് കുറവാണെന്നാണ്. അത് തെറ്റാണ്. കറുത്ത മണ്ണിന് ഉയർന്ന ജലസംഭരണ ശേഷിയുണ്ട്. മോയ്സ്ചർ ഹോൾഡിംഗ് കപ്പാസിറ്റി കൂടുതലാണ് കറുത്ത മണ്ണിന്, ബ്ലാക്ക് സോയിലിന്. സോ അതുകൊണ്ടാണ് തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായത്. ഈ നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. കാരണം നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് എക്കൽ മണ്ണിന് ഫലപുഷ്ടി കുറവാണെന്നാണ് ഇവിടെ പറയുന്നത്. പക്ഷേ അത് തെറ്റാണ്. എക്കൽ മണ്ണിന് ഫലപുഷ്ടി കൂടുതലാണ്. എക്കൽ മണ്ണ് അഥവാ അലൂവിയൽ സോയിൽ, നമുക്കറിയാം നദീതടങ്ങളിലൊക്കെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടാകുന്നൊരു ടൈപ്പ് ഓഫ് സോയിലാണ് എക്കൽ മണ്ണ് അല്ലെങ്കിൽ അലൂവിയൽ സോയിൽ. അതിന് ഫലഭൂയിഷ്ഠത കൂടുതലാണ്. അതുകൊണ്ടാണ് ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായത്. സ്റ്റേറ്റ്മെൻറ്റ്സ് റിലേറ്റഡ് ടു സോയിൽസ് ആർ ഗിവൺ ബിലോ. റെഡ് സോയിലായിട്ട് ബന്ധപ്പെട്ട് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ എ ആണ്, ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് കറക്റ്റ് ആയിട്ടുള്ളത്. സോ റെഡ് സോയിലായിട്ട് ബന്ധപ്പെട്ട് ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ആണ്. അതായത് it is formed by the red soils are formed by the weathering of igneous and metamorphic rock and is comparatively less fertile. So correct statement about red soil is formed by the weathering of igneous and metamorphic rocks and is comparatively less fertile. ഇതിൽ ഈ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഇവിടെ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ഫോംഡ് ഇൻ ദ റീജിയൻസ് വിത്ത് മൺസൂൺ റെയിൻസ് ആൻഡ് ഇൻ്റർമിറ്റൻറ്റ് ഹോട്ട് സീസൺസ്. ഇത് തെറ്റാണ്. കാരണം റെഡ് സോയിൽ ഫോം ചെയ്യുന്ന റീജിയൻസ് എന്ന് പറയുന്നത് മഴ കുറഞ്ഞ പ്രദേശത്താണിത് പ്രധാനമായും കാണുന്നത്. വാമായിട്ടുള്ള ഏരിയാസിൽ ലിറ്റിൽ റെയിൻഫോളുള്ള, കുറച്ച് റെയിൻഫോളുള്ള ഏരിയകളിലാണ്, മഴ കുറഞ്ഞ പ്രദേശങ്ങളിലാണ് റെഡ് സോയിൽ കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഇനി തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ബെസ്റ്റ് സ്യൂട്ടഡ് ഫോർ കോട്ടൺ കൾട്ടിവേഷൻ എന്നാണ്. അത് തെറ്റാണ്. കോട്ടൺ കൾട്ടിവേഷന് ബെസ്റ്റ് ആയിട്ടുള്ളത് റെഡ് സോയിൽ അല്ല, ബ്ലാക്ക് സോയിലാണ്. സോ തേർഡ് സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. കോട്ടൺ കൾട്ടിവേഷന് ബെസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള സോയിൽ ഏതാണ്? ബ്ലാക്ക് സോയിലാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ടൈപ്സ് ഓഫ് റോക്സ് കറക്റ്റ്ലി മാച്ചസ് വിത്ത് ദെയർ എക്സാമ്പിൾ. കറക്റ്റായിട്ട് മാച്ച് ചെയ്യപ്പെട്ട റോക്സും അതിൻ്റെ എക്സാമ്പിളാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ബി ആണ്. അതായത് 1ഉം 3ഉമാണ് കറക്റ്റായിട്ട് മാച്ച് ചെയ്തിട്ടുള്ളത്. ഇഗ്നിയസ് റോക്കിൻ്റെ എക്സാമ്പിളാണ് ബസാൾട്ട്. മെറ്റമോർഫിക് റോക്സിന് എക്സാമ്പിളാണ് മാർബിൾ.
സോ ഇവിടെ കറക്റ്റായിട്ട് മാച്ച് ചെയ്ത റോക്സും അതിൻ്റെ എക്സാമ്പിൾസും ആണ് ഇഗ്നിയസ് റോക്ക്, അതിൻ്റെ എക്സാമ്പിൾ ബസാൾട്ട്, മെറ്റമോർഫിക് റോക്ക്, അതിൻ്റെ എക്സാമ്പിൾ മാർബിൾ. ഇവിടെ സെക്കൻഡ് പെയർ നോക്കുന്ന സമയത്ത് സെക്കൻഡ് പെയർ പറയുന്നത് സെഡിമെൻ്ററി റോക്ക് സ്ലേറ്റ് എന്നാണ് അല്ലേ. അത് തെറ്റാണ്. കാരണം സ്ലേറ്റ് എന്ന് പറയുന്നത് ഒരു മെറ്റമോർഫിക് റോക്കാണ്. ഷെയിലിന് മെറ്റമോർഫോസിസ് സംഭവിച്ചിട്ട് ഉണ്ടാകുന്ന ഒരു റോക്കാണ് സ്ലേറ്റ്. സോ സ്ലേറ്റ് ഒരു മെറ്റമോർഫിക് റോക്കാണ്. അതുകൊണ്ടാണ് സെക്കൻഡ് പെയർ തെറ്റായത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് റോക്ക് ഈസ് കോൾഡ് പ്രൈമറി റോക്സ്? പ്രാഥമിക ശിലകൾ അഥവാ പ്രൈമറി റോക്സ് ഏതാണ്? ഇവിടെ ഓപ്ഷൻസ് മെറ്റമോർഫിക് റോക്സ്, സെഡിമെൻ്ററി റോക്സ്, ഇഗ്നിയസ് റോക്സ് ആൻഡ് സ്ട്രാറ്റിഫൈഡ് റോക്സ് തന്നിട്ടുണ്ട്. ആൻസർ ഇഗ്നിയസ് റോക്കാണ്. ആഗ്നേയ ശിലകളാണ് പ്രൈമറി റോക്സിന് എക്സാമ്പിൾ. സോ തന്നിരിക്കുന്നതിൽ പ്രൈമറി റോക്സ് പ്രാഥമിക ശിലകൾ എന്ന് പറയുന്നത് ഇഗ്നിയസ് റോക്സ് ആണ്, ആഗ്നേയ ശിലകളാണ്. താഴെ തന്നിരിക്കുന്നതിൽ അവസാദ ശിലയ്ക്ക് ഉദാഹരണമല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. അവസാദ ശില എന്ന് പറഞ്ഞാൽ സെഡിമെൻ്ററി റോക്ക്. സോ സെഡിമെൻ്ററി റോക്ക് അഥവാ അവസാദ ശില അല്ലാത്തത് ആണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ സി ആണ്, ബസാൾട്ട്. ബസാൾട്ട് എന്നത് ഒരു ഇഗ്നിയസ് റോക്കാണ്, ഒരു ആഗ്നേയ ശിലയാണ് ബസാൾട്ട്. സോ തന്നിട്ടുള്ള ബാക്കിയുള്ള രണ്ടും, അതായത് മണൽക്കല്ലും ചുണ്ണാമ്പുകല്ലും, ഇവ രണ്ടും അവസാദ ശിലയ്ക്ക് അതായത് സെഡിമെൻ്ററി റോക്സിന് ഉദാഹരണങ്ങളാണ്. ഓക്കെ. ആഗ്നേയ ശില അതായത് ഇഗ്നിയസ് റോക്കിന് ഉദാഹരണം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ബസാൾട്ട്. സോ ആഗ്നേയശില അഥവാ ഇഗ്നിയസ് റോക്കിന് എക്സാമ്പിളാണ് ബസാൾട്ട്. ഇവിടെ ബാക്കി തന്നിട്ടുള്ളതായിട്ടുള്ള ഓപ്ഷൻസ്, അതിനകത്തുള്ള ഈ മാർബിൾ ഒരു മെറ്റമോർഫിക് റോക്കാണ്, അതായത് ഒരു രൂപാന്തര ശിലയ്ക്ക് എക്സാമ്പിളാണ് മാർബിൾ. ഷെയിൽ എന്ന് പറയുന്നത് ഒരു സെഡിമെൻ്ററി റോക്കാണ്, ഒരു അവസാദ ശിലയ്ക്ക് എക്സാമ്പിളാണ് ഷെയിൽ. ലിഗ്നൈറ്റ് എന്ന് പറയുന്നത് ഒരു സെഡിമെൻ്ററി റോക്കാണ്, ഒരു അവസാദ ശിലയാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അവസാദ ശിലയ്ക്ക് ഉദാഹരണം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അവസാദ ശില അഥവാ സെഡിമെൻ്ററി റോക്ക് എന്ന് പറയുന്നത് ചുണ്ണാമ്പ് കല്ലാണ്. സോ തന്നിട്ടുള്ളതിൽ അവസാദ ശില അതായത് സെഡിമെൻ്ററി റോക്കിന് എക്സാമ്പിൾ ആയിട്ടുള്ളത് ചുണ്ണാമ്പ് കല്ലാണ്. ഇവിടെ ഗ്രാനൈറ്റ് എന്ന് പറയുന്നത് ഒരു ഇഗ്നിയസ് റോക്കാണ്. മാർബിൾ നേരത്തെ പറഞ്ഞു, മാർബിൾ ഒരു മെറ്റമോർഫിക് റോക്കാണ്. ബസാൾട്ട് എന്ന് പറയുന്നത് ഒരു ഇഗ്നിയസ് റോക്കാണ്, ആഗ്നേയ ശിലയാണ് ബസാൾട്ട്. മാർബിൾ ഏത് തരം ശിലകൾക്ക് ഉദാഹരണമാണ്? ആൻസർ കായാന്തരിത ശില. മാർബിൾ ഏത് തരം ശിലകൾക്ക് ഉദാഹരണമാണ്? കായാന്തരിത ശില. സാൻഡ്സ്റ്റോൺ ഈസ് എൻ എക്സാമ്പിൾ ഓഫ് സെഡിമെൻ്ററി റോക്ക്. അവസാദ ശിലയ്ക്ക് എക്സാമ്പിളാണ് സാൻഡ്സ്റ്റോൺ. സോ സാൻഡ്സ്റ്റോൺ ഈസ് എൻ എക്സാമ്പിൾ ഓഫ് സെഡിമെൻ്ററി റോക്ക്. കൺസിഡർ ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് സെലക്ട് ദ കറക്റ്റ് ആൻസർ. കറക്റ്റ് ആയിട്ടുള്ളത് സി ആണ്. ഓൾ ദ എബോവ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്. തന്നിട്ടുള്ള എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റാണ്. സോ സ്റ്റേറ്റ്മെൻറ്റ്സ് വായിക്കാം. Intrusive igneous rocks are coarse crystal texture. Extrusive igneous rocks are fine crystal texture. Rhyolite and basalt are example of extrusive igneous rocks. Granite and gabbro are examples of intrusive igneous rocks. So തന്നിട്ടുള്ള എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റാണ്. Intrusive igneous rocks are coarse crystal texture. Extrusive igneous rocks are fine crystal texture. Rhyolite and basalt are examples of extrusive igneous rocks. Granite and gabbro are examples of intrusive igneous rocks. Consider the following statements and select the correct answer using the code given below. So correct ആയിട്ടുള്ള ആൻസർ സി ആണ്. 1, 3, 4 കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ്. സോ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ഒന്നാമത്തേത്, in areas of dry climate, water is often drawn upward in rock openings by capillary action. 3, exfoliation refers the stripping away of roughly parallel concentric rock slabs. 4, hydrolysis is the chemical unit of weathering. ഈ 3 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. സോ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. In areas of dry climate, water is often drawn upward in rock openings by capillary action. Exfoliation refers the stripping away of roughly parallel concentric rock slabs. Hydrolysis is the chemical unit of weathering. ഇതിൽ ഈ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാവാൻ കാരണം, സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ഫ്രോസ്റ്റ് വെഡ്ജിങ് ദ സിഗ്നിഫിക്കൻറ്റ് ഏജൻറ്റ് ഓഫ് കെമിക്കൽ വെതറിങ് ഈസ് ദ ഫ്രീസ് തോ ആക്ഷൻ ഓഫ് വാട്ടർ. ഇത് തെറ്റാണ്. കാരണം അത് കെമിക്കൽ വെതറിങ് അല്ല. ഫ്രോസ്റ്റ് വെഡ്ജിങ് എന്ന് പറയുന്നത് ഒരു കെമിക്കൽ വെതറിങ് അല്ല, അതൊരു ഫിസിക്കൽ വെതറിങ് ആണ്. സോ ഫ്രോസ്റ്റ് വെഡ്ജിങ് എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ വെതറിങ് ആണ്. അതെങ്ങനെയാണ് ഉണ്ടാകുന്നത്? വെള്ളം ഫ്രീസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വോളിയം എക്സ്പാൻഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് പാറകളൊക്കെ പൊടിയുന്ന തരത്തിലുള്ള ഒരു
ഫിസിക്കൽ വെതറിംഗ് ആണ് ഫ്രോസ്റ്റ് വെഡ്ജിങ്. അതുകൊണ്ടാണ് ഈ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായിട്ടുള്ളത്. ഈ ഫ്രോസ്റ്റ് വെഡ്ജിങ് സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പാറകളിലൊക്കെ ക്രാക്സ് ഉണ്ടെങ്കിൽ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് വെള്ളം ആ ക്രാക്സിൽ വന്ന് നിൽക്കും. പിന്നെ ടെമ്പറേച്ചർ കുറയുന്ന സമയത്ത് ആ വെള്ളം ഫ്രീസ് ആവും. ഐസ് ആകുന്ന സമയത്ത് നമുക്കറിയാം അതിൻ്റെ വോളിയം കൂടും. വോളിയം കൂടുന്ന സമയത്ത് ഈ പാറകളിലുള്ള ക്രാക്സ് വീണ്ടും കൂടാൻ തുടങ്ങും. അങ്ങനെ പാറകൾ ബ്രേക്ക് ഡൗൺ ചെയ്യും. അങ്ങനെയുള്ള ഫിസിക്കൽ വെതറിംഗ് ആണ് ഫ്രോസ്റ്റ് വെഡ്ജിങ്. ഓക്കെ. പ്രാചീന തമിഴകത്തിലെ തിണകളിൽ ഒന്നായ നെയ്തൽ ഏത് തരത്തിലുള്ള ഭൂവിഭാഗമാണ്? തീരപ്രദേശം. സോ പ്രാചീന തമിഴകത്തിലെ തിണകളിൽ ഒന്നായ നെയ്തൽ ഏത് തരത്തിലുള്ള ഭൂവിഭാഗമാണ്? തീരപ്രദേശം. സോ ഇതുപോലെ ബാക്കിയുള്ള തിണകളുടെ ഭൂസവിശേഷത അല്ലെങ്കിൽ ഭൂവിഭാഗം ഏതാണെന്ന് പഠിച്ചു വയ്ക്കുക. അപ്പോൾ നമുക്കറിയാം പ്രാചീന തമിഴകം 5 തിണകളായിട്ടാണ് വിഭജിച്ചിട്ടുണ്ടായിരുന്നത്. അതെന്തിൻ്റെ ബേസിലായിരുന്നു? സവിശേഷമായിട്ടുള്ള ഭൂമിശാസ്ത്ര ഘടനയുടെയും ആ ഭൂമിശാസ്ത്രത്തിന് അനുയോജ്യമായിട്ടുള്ള തൊഴിൽ രീതികളുമുള്ള പ്രദേശങ്ങളാണ് നമ്മൾ തിണകളെന്ന് പറഞ്ഞത്. അങ്ങനെ 5 തിണകളായിരുന്നു ഉണ്ടായിരുന്നത്. കുറിഞ്ചി, പാലൈ, മുല്ലൈ, മരുതം, നെയ്തൽ എന്ന് പറഞ്ഞിട്ട്. അതിൽ നെയ്തൽ എന്ന് പറയുന്നത് തീരപ്രദേശമാണ്, കടൽ തീരമാണ്. കുറിഞ്ചി എന്ന് പറയുന്നത് പർവ്വത പ്രദേശങ്ങളാണ്. പിന്നെ പാലൈ എന്ന് പറയുന്നത് പാഴായി കിടക്കുന്ന അല്ലെങ്കിൽ വരണ്ടതായി കിടക്കുന്ന പ്രദേശങ്ങളാണ് പാലൈ, പാഴ്പ്രദേശങ്ങൾ. പിന്നെ മുല്ലൈ എന്ന് പറയുന്നത് വനപ്രദേശങ്ങളായിരിക്കും. മരുതം എന്ന് പറയുന്നത് പുൽമേടുകളാണ്. നെയ്തലാണ് ഇവിടെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അത് തീരപ്രദേശം അല്ലെങ്കിൽ കടൽ തീരമാണ്. ലോയ്സ് സമതലങ്ങൾ സൃഷ്ടിക്കുന്നത് കാറ്റാണ്. ലോയ്സ് സമതലങ്ങൾ സൃഷ്ടിക്കുന്നത് കാറ്റ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് എവറസ്റ്റ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് എവറസ്റ്റ്. എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്ന രാജ്യം നേപ്പാൾ. എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്ന രാജ്യം നേപ്പാൾ. താഴെ തന്നിരിക്കുന്നതിൽ മടക്ക് പർവ്വതനിരയ്ക്ക് ഉദാഹരണം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ഡി ആണ്, ബി ആൻഡ് സി. മടക്ക് പർവ്വതനിരയ്ക്ക് ഉദാഹരണങ്ങളാണ് അറ്റ്ലസും ആൽപ്സും. സോ തന്നിട്ടുള്ളതിൽ മടക്ക് പർവ്വതനിരയ്ക്ക് ഉദാഹരണമാണ് അറ്റ്ലസ് ആൻഡ് ആൽപ്സ്. ഫോർമേഷൻ ഓഫ് യു ഷേപ്ഡ് വാലി ഈസ് അസോസിയേറ്റഡ് വിത്ത് ഗ്ലേഷ്യേഴ്സ്. ഫോർമേഷൻ ഓഫ് യു ഷേപ്ഡ് വാലി ഈസ് അസോസിയേറ്റഡ് വിത്ത് ഗ്ലേഷ്യേഴ്സ്. റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് ചൂസ് ദ കറക്റ്റ് ആൻസർ. ഇതിൻ്റെ ആൻസർ എ ആണ്. ഓൺലി വൺ ഈസ് കറക്റ്റ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് കറക്റ്റ് ആയിട്ടുള്ളത്. സെർട്ട്, ഹോൺ ആൻഡ് യു ഷേപ്ഡ് വാലീസ് ആർ ഇറോഷണൽ ലാൻഡ് ഫോംസ് ഓഫ് ഗ്ലേഷ്യേഴ്സ്. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. സോ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് സെർട്ട്, ഹോൺ ആൻഡ് യു ഷേപ്ഡ് വാലീസ് ആർ ഇറോഷണൽ ലാൻഡ് ഫോംസ് ഓഫ് ഗ്ലേഷ്യേഴ്സ്. ഇവിടെ ഈ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാവാൻ കാരണം ഇവിടെ പറയുന്നത് സ്റ്റാലക്ടൈറ്റ്സ്, സ്റ്റാലക്മൈറ്റ്സ് ആൻഡ് പില്ലേഴ്സ് ആർ ഇറോഷണൽ ലാൻഡ് ഫോംസ് ഓഫ് ഗ്രൗണ്ട് വാട്ടർ എന്നാണ് പറയുന്നത്. ഇത് തെറ്റാണ്. കാരണം അവ ഇറോഷണൽ ലാൻഡ് ഫോംസ് അല്ല, ഡെപ്പോസിഷണൽ ലാൻഡ് ഫോംസ് ആണ്. സ്റ്റാലക്മൈറ്റ്സും സ്റ്റാലക്ടൈറ്റ്സും പില്ലേഴ്സൊക്കെ ഡെപ്പോസിഷണൽ ഫീച്ചറാണ്, ഡെപ്പോസിഷണൽ ലാൻഡ് ഫോമാണ്. അതുകൊണ്ടാണ് ഈ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായത്. ഗുഹകളിലൊക്കെ ഉണ്ടാകുന്ന മിനറൽ ഡെപ്പോസിഷൻ മൂലമുണ്ടാകുന്ന ഫീച്ചേഴ്സാണ് സ്റ്റാലക്ടൈറ്റ്സും സ്റ്റാലക്മൈറ്റ്സും ഒക്കെ. അപ്പോൾ ഇവയൊക്കെ എന്താണ്? കേവ് ഫോർമേഷൻസ് ആണ്. വെള്ളം ഇങ്ങനെ പതുക്കെ തുള്ളി തുള്ളിയായിട്ട് ഡ്രിപ്പായിട്ട് ഇങ്ങനെ ഫ്ലോറിലോട്ട് വന്ന് വീഴുന്ന സമയത്ത് അവിടെ ഈ മിനറൽസ് ഒക്കെ വന്ന് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ഉണ്ടാകുന്ന ഒരു ഫീച്ചേഴ്സാണ് സ്റ്റാലക്ടൈറ്റ്സും സ്റ്റാലക്മൈറ്റ്സും ഒക്കെ. സോ അത് ഇറോഷണൽ ലാൻഡ് ഫോം അല്ല, ഒരു ഡെപ്പോസിഷണൽ ലാൻഡ് ഫോമാണ്. ഓക്കെ. തെളിഞ്ഞ ദിനാന്തരീക്ഷ സ്ഥിതിയിൽ വളരെ ഉയരങ്ങളിൽ നേർത്ത തൂവൽ കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘരൂപമാണ് സിറസ് ക്ലൗഡ്സ്. തെളിഞ്ഞ ദിനാന്തരീക്ഷ സ്ഥിതിയിൽ വളരെ ഉയരങ്ങളിൽ നേർത്ത തൂവൽ കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘരൂപമാണ് സിറസ്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകമാണ് നൈട്രജൻ. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം നൈട്രജൻ. അന്തരീക്ഷ വായുവിൽ ഓക്സിജൻ്റെ അളവ് എത്ര ശതമാനമാണ്? 21%. നൈട്രജൻ കഴിഞ്ഞാൽ അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതാണ് ഓക്സിജൻ. അതിൻ്റെ പെർസെൻറ്റേജാണ് 21%. ചൂസ് ദ കറക്റ്റ് സീക്വൻഷ്യൽ ഓർഡർ ഓഫ് ദ ലെയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയർ ഫ്രം ബോട്ടം ടു ടോപ്പ്. ആൻസർ ഡി ആണ്. താഴെ നിന്ന് മുകളിലോട്ട് പോകുന്ന സമയത്ത് ഏറ്റവും താഴെ ട്രോപ്പോസ്ഫിയർ, ദെൻ സ്ട്രാറ്റോസ്ഫിയർ, ദെൻ മീസോസ്ഫിയർ, ദെൻ തെർമോസ്ഫിയർ. സോ അറ്റ്മോസ്ഫിയറിൻ്റെ സ്ട്രക്ചർ നോക്കുന്ന സമയത്ത്, അറ്റ്മോസ്ഫിയറിൻ്റെ ലെയേഴ്സ് നോക്കുന്ന സമയത്ത് അതിൻ്റെ ഓർഡർ വരുന്നത് ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ ആൻഡ് തെർമോസ്ഫിയർ. ഇങ്ങനെയാണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സീക്വൻസിങ് ഈസ് കറക്റ്റ് അക്കോർഡിംഗ് ടു ദ ലെയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയർ? ആൻസർ ബി ആണ്.
troposphere, stratosphere, mesosphere, thermosphere and exosphere. So the correct order of atmospheric layers are troposphere, stratosphere, mesosphere, thermosphere and exosphere. ട്രോപ്പോസ്ഫിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനെയും വേർതിരിക്കുന്ന അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോപോസ്. ട്രോപ്പോസ്ഫിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനെയും വേർതിരിക്കുന്ന അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോപോസ്. ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ. ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ. ഹരിതഗ്രഹ പ്രഭാവത്തിന് കാരണമാകുന്ന അന്തരീക്ഷ മണ്ഡലമാണ് ട്രോപ്പോസ്ഫിയർ. ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാകുന്ന അന്തരീക്ഷ മണ്ഡലമാണ് ട്രോപ്പോസ്ഫിയർ. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ സി ആണ്. 1, 3 ശരിയായ പ്രസ്താവനകൾ. അതായത് ആകാശത്തു നിന്നും വീഴുന്ന ചെറിയ ഉരുണ്ട ഐസ് കഷ്ണങ്ങളാണ് ആലിപ്പഴം. ഓക്സിജൻ, നൈട്രജൻ എന്നിവയാണ് അന്തരീക്ഷത്തിലെ പ്രധാന വാതകങ്ങൾ. സോ നേരത്തെ ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടു, 21% ഓക്സിജൻ ഉണ്ട്, പിന്നെ നൈട്രജൻ. ഏറ്റവും കൂടുതലുള്ളത് നൈട്രജനാണ്. അറൗണ്ട് 78% നൈട്രജനാണുള്ളത്. സോ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. സോ ശരിയായ പ്രസ്താവനകളാണ്: ആകാശത്ത് നിന്നും വീഴുന്ന ചെറിയ ഉരുണ്ട ഐസ് കഷ്ണങ്ങളാണ് ആലിപ്പഴം, ഓക്സിജൻ, നൈട്രജൻ എന്നിവയാണ് അന്തരീക്ഷത്തിലെ പ്രധാന വാതകങ്ങൾ. ഇതിൽ ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്തുകൊണ്ടാണ് തെറ്റായത്? രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും താഴെയുള്ള പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ എന്നതാണ്. അത് തെറ്റാണ്. കാരണം അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും താഴെയുള്ള പാളി ഏതാണ്? ട്രോപ്പോസ്ഫിയർ ആണ്. അതുകൊണ്ടാണ് ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായത്. ഈ നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാവാൻ കാരണം നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ഭൂമധ്യരേഖയിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും ചൂട് കൂടി വരുന്നു എന്നാണ് നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്, അല്ലേ? പക്ഷേ അത് തെറ്റാണ്. ചൂട് കുറയുകയാണ് ചെയ്യുന്നത്. ഭൂമധ്യരേഖയിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും ചൂട് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. സൗത്ത് പോളിലോട്ടോ നോർത്ത് പോളിലോട്ടോ പോകുന്ന സമയത്ത് ചൂട് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായത്. ലോക ഓസോൺ ദിനം എന്നാണ്? സെപ്റ്റംബർ 16. ലോക ഓസോൺ ദിനം സെപ്റ്റംബർ 16. Which among the following are involved in the process of heating of the atmosphere? ആൻസർ സി ആണ്. 1, 2, 3 അറ്റ്മോസ്ഫിയറിൻ്റെ ഹീറ്റിങ്ങിൽ ഇൻവോൾവ് ആയിട്ടുള്ള പ്രോസസ്സ്. അതായത് കണ്ടക്ഷൻ, അഡ്വെക്ഷൻ ആൻഡ് കൺവെക്ഷൻ. ഇത് 3 അറ്റ്മോസ്ഫിയറിൻ്റെ ഹീറ്റിങ്ങിൽ ഇൻവോൾവ് ആയിട്ടുള്ള പ്രോസസ്സുകൾ. അറ്റ്മോസ്ഫിയറിൻ്റെ ഹീറ്റിങ്ങിൽ ഇൻവോൾവ് ആയിട്ടുള്ള പ്രോസസ്സുകളാണ് കണ്ടക്ഷൻ, അഡ്വെക്ഷൻ ആൻഡ് കൺവെക്ഷൻ. ഇവിടെ ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആൻസർ സി ആണ്. ഇൻ്റർട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ ഡോൾഡ്രം, വെസ്റ്റർലീസ് ഫൗണ്ട് ബിറ്റ്വീൻ 30° and 60° latitudes, subtropical high host latitude, subpolar low polar front. കറക്റ്റായിട്ട് മാച്ച് ചെയ്യുന്ന സമയത്ത് ഇൻ്റർട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ ഡോൾഡ്രംസ്, വെസ്റ്റർലീസ് ഫൗണ്ട് ബിറ്റ്വീൻ 30 and 60° in latitude, subtropical high host latitude, subpolar low polar front. ഈ ഇൻ്റർട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ അതിനെ സെയിലേഴ്സൊക്കെ വിളിച്ചിരുന്ന പേരാണ് ഡോൾഡ്രംസ് അല്ലെങ്കിൽ ഇക്വറ്റോറിയൽ കാംസ് എന്ന്. സോ ഇൻ്റർട്രോപ്പിക്കൽ കൺവേർജൻസ് സോണിൻ്റെ വേറൊരു പേരാണ് ഡോൾഡ്രംസ് അല്ലെങ്കിൽ ഇക്വറ്റോറിയൽ കാംസ് എന്ന്. അങ്ങനെ തന്നെ വിളിക്കാൻ കാരണം മോണോട്ടോണസ് ആയിട്ടുള്ള ഒരു വിൻഡ്ലെസ് വെതറാണ് ഈ റീജിയനിൽ കാണപ്പെടുന്നത്. ഇക്വേറ്ററിൻ്റെ അടുത്തായിട്ട് ലോ പ്രഷർ ആയിട്ടുള്ള ഒരു റീജിയനാണ് ഇൻ്റർട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ. അതിൻ്റെ പേര് തന്നെയാണ് ഡോൾഡ്രം. നോർത്ത് ഈസ്റ്റ് ആൻഡ് സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ്സ് കൺവേർജ് ചെയ്യുന്ന റീജിയനാണ് ഈ ഡോൾഡ്രം റീജിയൻ അല്ലെങ്കിൽ ഇൻ്റർട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അവിടെ ലോ പ്രഷർ ആയിട്ടുള്ള ഒരു റീജിയൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി വെസ്റ്റർലീസ് എന്ന് പറയുന്നത് 30°യുടെയും 60°യുടെയും ഇടയിൽ കാണപ്പെടുന്ന പ്രിവെയിലിംഗ് വിൻഡ്സ് ആണ് വെസ്റ്റർലീസ് എന്ന് പറയുന്നത്. വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലോട്ട് പോകുന്ന പ്രിവെയിലിംഗ് വിൻഡ്സ് ആണ് വെസ്റ്റർലീസ്. അത് കാണപ്പെടുന്നത് 30 to 60° ലാറ്റിറ്റ്യൂഡ്സിലാണ്. ഇനി ഈ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ റീജിയൻ്റെ വേറൊരു പേരാണ് ഹോസ്റ്റ് ലാറ്റിറ്റ്യൂഡ്. നമ്മൾ 30° നോർത്ത് സൗത്ത് ലാറ്റിറ്റ്യൂഡിൽ എത്തുന്ന സമയത്ത് അവിടെ ഒരു ഹൈ പ്രഷർ റീജിയൻ ഉണ്ടാവും. അതിനെയാണ് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ റീജിയൻ എന്ന് പറയുന്നത്. അതിൻ്റെ വേറൊരു പേരാണ് ഹോസ്റ്റ് ലാറ്റിറ്റ്യൂഡ്. ഇവ കാണപ്പെടുന്ന റീജിയൻ എന്ന് പറയുന്നത് അറൗണ്ട് 30° നോർത്ത് സൗത്ത് ലാറ്റിറ്റ്യൂഡിലാണ് ഇവ കാണപ്പെടുക. ഇനി അടുത്തത് സബ്പോളാർ ലോ പ്രഷർ ബെൽറ്റ്. അതിൻ്റെ വേറൊരു പേര് തന്നെയാണ് പോളാർ ഫ്രണ്ട് എന്ന് പറയുന്നത്. 60° നോർത്ത് സൗത്ത് ലാറ്റിറ്റ്യൂഡിൽ കാണപ്പെടുന്ന ഒരു ലോ പ്രഷർ ബെൽറ്റാണ്, ലോ പ്രഷർ റീജിയനാണ് സബ്പോളാർ ലോ എന്ന് പറയുന്നത്.
ആ റീജിയൻ്റെ പേരാണ് പോളാർ ഫ്രണ്ട് എന്ന് പറയുന്നത്. ഇതും എന്താണ്, ഈ പോളാർ ഫ്രണ്ട് എന്ന് പറയുന്നതും ഒരു സോൺ ഓഫ് കൺവേർജൻസ് ആണ്. സബ് ട്രോപ്പിക്കൽ ഹൈയിൽ നിന്നും പോളാർ ഹൈയിൽ നിന്നും വരുന്ന വിൻഡ്സ് കൺവേർജ് ചെയ്യുന്ന റീജിയനാണ് ഈ പോളാർ ഫ്രണ്ട്. കാരണം അവിടെ ഒരു സബ്പോളാർ ലോ പ്രഷറാണ് ഉള്ളത്. സോ സബ്പോളാർ ലോ പ്രഷർ, അതിൻ്റെ വേറൊരു പേരാണ് പോളാർ ഫ്രണ്ട്. ആ സബ്പോളാർ ലോ അല്ലെങ്കിൽ പോളാർ ഫ്രണ്ട് കാണപ്പെടുന്നത് അറൗണ്ട് 60 ഡിഗ്രി നോർത്ത് സൗത്ത് ലാറ്റിറ്റ്യൂഡിലാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് വിൻഡ് ഈസ് സീസണൽ വിൻഡ്? സീസണൽ കാറ്റ് എന്ന് പറയുന്നത് ഏതാണ്? മൺസൂൺ ആണ്. സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സീസണൽ വിൻഡ്? മൺസൂൺ. വരണ്ട ഉഷ്ണക്കാറ്റായ ലൂ അനുഭവപ്പെടുന്ന ഋതുവാണ് ഉഷ്ണകാലം. വരണ്ട ഉഷ്ണക്കാറ്റായ ലൂ അനുഭവപ്പെടുന്ന ഋതു ഉഷ്ണകാലം. ആൽപ്സ് പർവ്വതനിര കടന്ന് വടക്കൻ താഴ്വാരത്തേക്ക് വീശുന്ന പ്രാദേശികവാദമാണ് ഫൊൻ. ആൽപ്സ് പർവ്വതനിര കടന്ന് വടക്കൻ താഴ്വാരത്തേക്ക് വീശുന്ന പ്രാദേശികവാദമാണ് ഫൊൻ. യാസ് എന്ന ഉഷ്ണമേഖലാ ചക്രവാതത്തിന് ആ പേര് നൽകിയ രാജ്യമാണ് ഒമാൻ. യാസ് എന്ന ഉഷ്ണമേഖലാ ചക്രവാതത്തിന് ആ പേര് നൽകിയ രാജ്യം ഒമാൻ. തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സിൽ കറക്റ്റായിട്ടുള്ളത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആൻസർ കറക്റ്റായിട്ടുള്ളത് 1ഉം 3ഉമാണ് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ്. അതായത് ദ ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ഡോൾഡ്രംസ്. ദ കോറിയോളിസ് എഫക്റ്റ് ഈസ് കോസ്ഡ് ബൈ ദ റൊട്ടേഷൻ ഓഫ് ദ എർത്ത്. ഇത് രണ്ടുമാണ് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ്. സോ ശരിയായ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ദ ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ഡോൾഡ്രംസ്. ദ കോറിയോളിസ് എഫക്റ്റ് ഈസ് കോസ്ഡ് ബൈ ദ റൊട്ടേഷൻ ഓഫ് ദ എർത്ത്. ഇവിടെ ഈ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. കാരണം സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ദ വിൻഡ്സ് ഫ്രം സബ് ട്രോപ്പിക്കൽ റീജിയൻ ബ്ലോ ടുവേർഡ്സ് ദ ഇക്വേറ്റർ ആസ് വെസ്റ്റർലീസ് എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം അത് വെസ്റ്റർലീസ് അല്ല, ഈസ്റ്റർലീസ് ആണ്. ഈസ്റ്റർലീസ് അല്ലെങ്കിൽ ട്രേഡ് വിൻഡ്സ് ആണ്. സോ സബ് ട്രോപ്പിക്കൽ റീജിയനിൽ നിന്ന് ഇക്വേറ്ററിലോട്ട് വരുന്ന വിൻഡ്സിന് പറയുന്നത് ഈസ്റ്റർലീസ് അല്ലെങ്കിൽ ട്രേഡ് വിൻഡ്സ് എന്നാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഈ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായത്. ഇനി ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാവാൻ കാരണം ഇവിടെ പറയുന്നത് ഡ്യൂറിങ് എ സീ ബ്രീസ് വിൻഡ് മൂവ്സ് ഫ്രം ലാൻഡ് ടു സീ എന്നാണ് ഇവിടെ പറയുന്നത്. അതും തെറ്റാണ്. കാരണം സീ ബ്രീസിൻ്റെ സമയത്ത് വിൻഡ് സീയിൽ നിന്ന് ലാൻഡിലോട്ടാണ് മൂവ് ചെയ്യുക. അതുകൊണ്ടാണ് ഇവിടെ ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായത്. ഓക്കെ. വിച്ച് വൺ ഈസ് നോട്ട് ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് കോറിയോളിസ് ഫോഴ്സ്? കോറിയോളിസ് ഫോഴ്സിൻ്റെ സവിശേഷത അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ഡി ആണ്. കോറിയോളിസ് ഫോഴ്സ് ഡു നോട്ട് ബിക്കം എഫക്റ്റീവ് ഓൺ എനി ഒബ്ജക്റ്റ് വിച്ച് ഈസ് ഇൻ മോഷൻ. ഇതാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ചലിക്കുന്ന ഒരു വസ്തുവിലും കോറിയോളിസ് ബലം ഫലപ്രദമാകുന്നില്ല എന്നത് തെറ്റായ സ്റ്റേറ്റ്മെൻറ്റാണ്. ചലിക്കുന്ന വസ്തുവിലും കോറിയോളിസ് ബലം എഫക്റ്റ് ആവുന്നുണ്ട്. ഓക്കെ. സോ തന്നിട്ടുള്ള ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ കോറിയോളിസ് ഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ശരിയാണല്ലോ. അത് ജസ്റ്റ് വായിക്കാം. കോറിയോളിസ് ഫോഴ്സ് ഈസ് എൻ എഫക്റ്റ് ഓഫ് റൊട്ടേഷണൽ മൂവ്മെൻറ്റ് ഓഫ് ദ എർത്ത്. കോറിയോളിസ് ഫോഴ്സ് എഫക്ട്സ് വിൻഡ് ഡയറക്ഷൻ. The magnitude of Coriolis force is determined by wind speed. Which of the following would have occurred if the earth had not been inclined on its own axis? നമുക്കറിയാം നമ്മുടെ ഭൂമി 23.5 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ ഇൻക്ലൈൻഡ് ആയിട്ട് നിന്നിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ സി ആണ്. ദ സീസൺസ് വുഡ് നോട്ട് ഹാവ് ചേഞ്ച്ഡ്. സീസൺസ് ചേഞ്ച് ചെയ്യില്ല എന്നാണ് പറയുന്നത്. സോ എർത്തിൻ്റെ ഇൻക്ലിനേഷൻ ഉള്ളതുകൊണ്ടാണ് നമ്മളുടെ ഋതുക്കൾ, നമ്മുടെ സീസൺസ് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. Okay. Which of the following would have occurred if the earth had not been inclined on its own axis? The seasons would not have changed. അപ്പോൾ ഭൂമി ഇങ്ങനെ ചരിഞ്ഞില്ലായിരുന്നെങ്കിൽ സീസൺസ് ചേഞ്ച് ചെയ്യില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ ഭൂമിയിൽ സീസൺസ് ഉണ്ടാവുന്നത് എർത്തിൻ്റെ ടിൽറ്റ് കൊണ്ടും അല്ലെങ്കിൽ എർത്തിൻ്റെ ഇൻക്ലിനേഷൻ കൊണ്ടും പിന്നെ സൂര്യൻ്റെ ചുറ്റും ഭൂമിയുടെ ഈ റെവല്യൂഷൻ കൊണ്ടുമാണ് ഭൂമിയിൽ സീസൺസ് ഉണ്ടാകുന്നത്. സോ സീസൺസ് ഉണ്ടാകാനുള്ള രണ്ട് കാരണങ്ങളാണ്. ഒന്ന് എർത്തിൻ്റെ ടിൽറ്റ്, എർത്തിൻ്റെ ഇൻക്ലിനേഷനും, രണ്ടാമത്തത് സൂര്യന് ചുറ്റുമുള്ള ഭൂമിയുടെ റെവല്യൂഷനും. ഇത് രണ്ടും കൊണ്ടാണ് സീസൺസ് ഉണ്ടാകുന്നത്. സോ ആ ഇൻക്ലിനേഷൻ, ഈ ഭൂമിയുടെ ഈ ഇൻക്ലിനേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ സീസൺസ് ഇങ്ങനെ ചേഞ്ച് ചെയ്യത്തില്ല. ഓക്കെ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻസ് ഈസ് നോട്ട് റിലേറ്റഡ് ടു ദ കോപ്പൻസ് സ്കീം ഓഫ് ക്ലൈമാറ്റിക് ഗ്രൂപ്പ്സ്? ആൻസർ എ ആണ്, ടൈഗ, ടി. സോ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻസ് ഈസ് നോട്ട് റിലേറ്റഡ് ടു കോപ്പൻ സ്കീം ഓഫ് ക്ലൈമാറ്റിക് ഗ്രൂപ്പ്സ്? ടൈഗ. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ കോപ്പൻ സ്കീം ഓഫ് ക്ലൈമാറ്റിക് ഗ്രൂപ്പ്സിലുള്ളതാണ്. ഡ്രൈ ക്ലൈമറ്റ്, ട്രോപ്പിക്കൽ ഹ്യൂമിഡ് ക്ലൈമറ്റ്, വാം ടെമ്പറേറ്റ് ക്ലൈമറ്റ്. ഈ കോപ്പൻ സ്കീം ഓഫ് ക്ലൈമാറ്റിക് ഗ്രൂപ്പ്സിൽ മെയിനായിട്ട് 5 മേജർ ഗ്രൂപ്പ്സാണുള്ളത്. ആ 5 മേജർ ഗ്രൂപ്പ്സിനെ പിന്നെ ഡിഫറെൻറ്റ് ക്ലൈമാറ്റിക് ടൈപ്സ് ആയിട്ട് സബ് ഡിവൈഡും ചെയ്തിട്ടുണ്ട്.
സോ 5 മേജർ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് എ ബി സി ഡി ഇ എന്ന് പറഞ്ഞിട്ട് 5 മേജർ ഗ്രൂപ്പ്സ് ആണുള്ളത്. അതിൻ്റെ കൂടെ ആ 5 കൂടാതെ ഒരു എക്സ്ട്രാ ആയിട്ട് ഒരു എച്ച് എന്ന് പറഞ്ഞിട്ട് ഹൈലാൻഡ്സിലുള്ള ക്ലൈമറ്റും ആഡ് ചെയ്തിട്ടുണ്ട്. സോ ആ 5 മേജർ ഗ്രൂപ്പ്സിലുള്ള എ എന്ന് പറയുന്നത് ട്രോപ്പിക്കൽ ഹ്യൂമിഡ് ക്ലൈമറ്റ് ആണ്. ബി എന്ന് പറയുന്നത് ഡ്രൈ ക്ലൈമറ്റ് ആണ്, അല്ലെങ്കിൽ അറിഡ് റീജിയൻ ആണ്, അറിഡ് ക്ലൈമറ്റ് ആണ് അവിടെ. സി എന്ന് പറയുന്നത് ടെമ്പറേറ്റ് ക്ലൈമറ്റ് ആണ്, വാം ടെമ്പറേറ്റ് ക്ലൈമറ്റ് ആണ് ഗ്രൂപ്പ് സി എന്ന് പറയുന്നത്. ഗ്രൂപ്പ് ഡി എന്ന് പറയുന്നത് കോണ്ടിനെൻ്റൽ ക്ലൈമറ്റ് ആണ്. ഗ്രൂപ്പ് ഇ എന്ന് പറയുന്നത് കോൾഡ് ആയിട്ടുള്ള പോളാർ ക്ലൈമറ്റ് ആണ്, കോൾഡ് പോളാർ ക്ലൈമറ്റ് ആണ് ഗ്രൂപ്പ് ഇ എന്ന് പറയുന്നത്. അത്രയാണ് കോപ്പൺ സ്കീം ഓഫ് ക്ലൈമറ്റ് ഗ്രൂപ്പ്സിലുള്ള 5 മേജർ ഗ്രൂപ്പ്സ്. പിന്നെ ആ 5 കൂടാതെ എക്സ്ട്രാ ആയിട്ട് 6ാമത്തെ എന്ന് പറഞ്ഞല്ലോ എച്ച് എന്ന് പറയുന്നത്, അത് ഹൈലാൻഡ്സിലുള്ള ക്ലൈമറ്റ് ആണ്. ഓക്കെ. 2021 കാലാവസ്ഥാ ഉച്ചകോടി നടന്നത് ഏത് രാജ്യത്താണ്? സ്കോട്ട്ലാൻഡ്. 2021 കാലാവസ്ഥാ ഉച്ചകോടി നടന്നത് ഏത് രാജ്യത്താണ്? സ്കോട്ട്ലാൻഡ്. The scientific discipline that deals with the measurement and representation of the earth is geodesy. The scientific discipline that deals with the measurement and representation of the earth is geodesy. Regarding terrestrial photography, which of the statements are correct? കറക്റ്റ് ആയിട്ടുള്ളത് ഡി ആണ്, ഓൺലി 2. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് കറക്റ്റ് ആയിട്ടുള്ളത്. അതായത് the method of obtaining the earth's topography using cameras from the ground. സോ ടെറസ്ട്രിയൽ ഫോട്ടോഗ്രാഫി ആയിട്ട് ബന്ധപ്പെട്ട് ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ് the method of obtaining the earth's topography using cameras from the ground. ഇതിൽ ഈ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. കാരണം ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് the method of obtaining photographs of the earth's surface continuously from the sky by using cameras mounted on aircraft എന്ന് പറയുന്നത് അത് ടെറസ്ട്രിയൽ ഫോട്ടോഗ്രാഫി അല്ല, അത് ഏരിയൽ ഫോട്ടോഗ്രാഫിയാണ്. എയർക്രാഫ്റ്റിൽ ക്യാമറ പിടിപ്പിച്ചിട്ട് എർത്തിൻ്റെ സർഫേസിൻ്റെ ഫോട്ടോഗ്രാഫ്സ് എടുക്കുന്നതിന് പറയുന്നത് ഏരിയൽ ഫോട്ടോഗ്രാഫി എന്നാണ്, അല്ലാതെ ടെറസ്ട്രിയൽ ഫോട്ടോഗ്രാഫി എന്നല്ല. അതുകൊണ്ടാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായിട്ടുള്ളത്. ഇനി തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാവാൻ കാരണം തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ദ പ്രോസസ് ഓഫ് ഗ്യാതറിങ് ഇൻഫർമേഷൻ യൂസിങ് ദ സെൻസേഴ്സ് ഇൻസ്റ്റാൾഡ് ഇൻ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ്. അതെന്താണ്? സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ് ആണ്. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് റിമോട്ട് സെൻസിങ്ങിനെ കുറിച്ചാണ്, അല്ലാതെ ടെറസ്ട്രിയൽ ഫോട്ടോഗ്രാഫിയെ കുറിച്ചല്ല. അതുകൊണ്ടാണ് തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായത്. ഓക്കെ. ഇന്ത്യൻ ടോപ്പോഗ്രഫിക്കൽ മാപ്സ് ബേസ്ഡ് ഓൺ ഡിഫറെൻറ്റ് സ്കെയിൽ ഈസ് ഗിവൺ ബിലോ. ചൂസ് ദ കറക്റ്റ് ഓർഡർ ബേസ്ഡ് ഓൺ ലാർജ് സ്കെയിൽ ഇൻ അസെൻഡിങ് ഓർഡർ. ആൻസർ ഡി ആണ്, മില്യൺ ഷീറ്റ്, ഡിഗ്രി ഷീറ്റ്, ക്വാഡ്രൻറ്റ് ഷീറ്റ്, 15-minute ഷീറ്റ്. മില്യൺ ഷീറ്റ്, ഡിഗ്രി ഷീറ്റ്, ക്വാഡ്രൻറ്റ് ഷീറ്റ്, 15-minute ഷീറ്റ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്? ഇതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആൻസർ എ ആണ്. സ്റ്റേറ്റ്മെൻറ്റ് എ ആൻഡ് ഡി ആർ ഇൻകറക്റ്റ് ആൻഡ് ബി ആൻഡ് സി ആർ കറക്റ്റ്. ബിയും സിയും കറക്റ്റ് ആണെന്നാണ് പറയുന്നത്. എ മാപ്പ് ഓൺ 1:50,000 സ്കെയിൽ ഈസ് എ സ്റ്റാൻഡേർഡ് ടോപ്പോഗ്രഫിക്കൽ മാപ്പ് യൂസ്ഡ് ബൈ ഡിഫൻസ് ഫോഴ്സസ്. The land features are represented on topo sheet with the help of symbols known as conventional signs. ഇത് രണ്ടുമാണ് തന്നിട്ടുള്ളതിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ്. ബാക്കി രണ്ടും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ഇതിൽ ഈ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാവാൻ കാരണം ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ബ്ലാക്ക് കളർ ഈസ് യൂസ്ഡ് ഫോർ ഷോയിങ് വാട്ടർ ബോഡീസ് ഓഫ് പെർമനൻറ്റ് നേച്ചർ ഇൻ ടോപ്പോ ഷീറ്റ്. അത് തെറ്റാവാൻ കാരണം ബ്ലാക്ക് കളർ യൂസ് ചെയ്യുന്നത് മാൻമെയ്ഡ് ആയിട്ടുള്ള വസ്തുക്കൾ ഡിനോട്ട് ചെയ്യാനാണ് ബ്ലാക്ക് കളർ യൂസ് ചെയ്യുന്നത്. ബിൽഡിങ്സ്, റോഡ്, അങ്ങനെയുള്ള ഹ്യൂമൻസ് ക്രിയേറ്റ് ചെയ്ത സാധനങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ബ്ലാക്ക് കളർ യൂസ് ചെയ്യുന്നത്. വാട്ടർ ബോഡീസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ബ്ലൂ കളറാണ്. അതുകൊണ്ടാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായത്. ഇനി നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാവാൻ കാരണം നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ദ സ്കെയിൽ ഓഫ് ടോപ്പോ ഷീറ്റ് വേരീസ് ഫ്രം 1:250,000 ടു 1:25,000 എന്നാണ് പറയുന്നത്. അത് തെറ്റാണ്. കാരണം നമുക്കറിയാം ടോപ്പോ ഷീറ്റിൻ്റെ സ്കെയിൽ വേരി ചെയ്യുന്നത് മില്യൺ ഷീറ്റ് മുതലുണ്ട്. നമുക്ക് മില്യൺ ഷീറ്റ് ഉണ്ട്, നേരത്തെ ക്വസ്റ്റനിൽ കണ്ടു. നമുക്ക് മില്യൺ ഷീറ്റ് ഉണ്ട്, ഡിഗ്രി ഷീറ്റ് ഉണ്ട്, ക്വാഡ്രൻറ്റ് ഷീറ്റ് ഉണ്ട്, 15-minute ഷീറ്റ് ഉണ്ട്. അപ്പോൾ മില്യൺ ഷീറ്റ് മുതൽ നമുക്ക് സ്കെയിലുണ്ട്. സോ മില്യൺ ഷീറ്റ് എന്ന് പറയുമ്പോൾ 10 lakh ആണ്, 1:10 lakh ആണ്. അപ്പോൾ അത് മുതൽ ടോപ്പോ ഷീറ്റിൻ്റെ സ്കെയിലുണ്ട്. 1:10 lakh വരെ ടോപ്പോ ഷീറ്റിൻ്റെ സ്കെയിലുണ്ട്. അതുകൊണ്ടാണ് ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായത്. ഓക്കെ. ഒരേപോലെ ഊഷ്മാവ് അനുഭവപ്പെടുന്ന സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ചു വരയ്ക്കുന്ന സാങ്കല്പിക രേഖയാണ് ഐസോതേർം. ഒരേപോലെ ഊഷ്മാവ് അനുഭവപ്പെടുന്ന സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ചു വരയ്ക്കുന്ന സാങ്കല്പിക രേഖയാണ് ഐസോതേർം. എ ലൈൻ റെപ്രസെൻറ്റിംഗ് പോയിൻറ്റ്സ് ഓഫ് ഈക്വൽ എമൗണ്ട്സ് ഓഫ് ക്ലൗഡ് കവർ ഈസ് ഐസോനെഫ്.
A line representing points of equal amounts of cloud cover is isoneph. ഭൂപടങ്ങളിൽ കൃഷിസ്ഥലങ്ങൾ ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന നിറം മഞ്ഞ. ഭൂപടങ്ങളിൽ കൃഷിസ്ഥലങ്ങൾ ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന നിറം മഞ്ഞ. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും കോണ്ടൂറിൻ്റെ നിർവചനം കണ്ടെത്തുക. ആൻസർ സി ആണ്. ഒരേ ഉയരമുള്ള പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന സാങ്കല്പിക രേഖയാണ് കോണ്ടൂർ. സോ കോണ്ടൂറിൻ്റെ നിർവചനമാണ് ഒരേ ഉയരമുള്ള പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന സാങ്കല്പിക രേഖ. ധരാതലീയ ഭൂപടങ്ങളിൽ വടക്ക് തെക്ക് ദിശയിൽ വരയ്ക്കപ്പെടുന്ന ചുവന്ന രേഖകൾ അറിയപ്പെടുന്നത് ഈസ്റ്റിങ്സ്. ധരാതലീയ ഭൂപടങ്ങളിൽ വടക്ക് തെക്ക് ദിശയിൽ വരയ്ക്കപ്പെടുന്ന ചുവന്ന രേഖകൾ അറിയപ്പെടുന്നത് ഈസ്റ്റിങ്സ്. സോ നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ വരയ്ക്കുന്ന റെഡ് ലൈൻസിനെ ഈസ്റ്റിങ്സ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിൽ വരയ്ക്കുന്ന റെഡ് ലൈൻസിനെയാണ് നമ്മൾ നോർത്തിങ്സ് എന്ന് പറയുന്നത്. നോർത്ത് സൗത്ത് റെഡ് ലൈൻസിനെ ഈസ്റ്റിങ്സ് എന്ന് പറയും. അതുപോലെ ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിലുള്ള റെഡ് ലൈൻസിനെ നോർത്തിങ്സ് എന്നും പറയും. ഓക്കെ. 45 D/10 എന്ന ധരാതലീയ ഭൂപടത്തിൻ്റെ നമ്പറിൽ ഡി എന്തിനെ സൂചിപ്പിക്കുന്നു? ഡിഗ്രി ഷീറ്റ്. 45 D/10 എന്ന ധരാതലീയ ഭൂപടത്തിൻ്റെ നമ്പറിൽ ഡി എന്തിനെ സൂചിപ്പിക്കുന്നു? ഡിഗ്രി ഷീറ്റ്. ഏറ്റവും കൂടുതൽ സജീവ അഗ്നിപർവ്വതങ്ങൾ ഉള്ളത് ഏത് സമുദ്രത്തിലാണ്? പസഫിക് സമുദ്രം. ഏറ്റവും കൂടുതൽ സജീവ അഗ്നിപർവ്വതങ്ങൾ ഉള്ളത് ഏത് സമുദ്രത്തിലാണ്? പസഫിക് സമുദ്രം. Straits are thin water bodies that separate mainland and connects two major groundwater resources. Bosphorus Strait separates Asian Turkey from European and it connects the Black Sea and Sea of Marmara. So Bosphorus Strait കണക്ട് ചെയ്യുന്നത് ബ്ലാക്ക് സീ ആൻഡ് സീ ഓഫ് മർമര. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ നമുക്ക് 2 പോയിൻറ്റ്സ് പഠിക്കാനുണ്ട്. സ്ട്രേറ്റ്സ് ആർ thin water bodies that separate mainland and connects two major groundwater resources. And Bosphorus Strait separates Asian Turkey from European. And Bosphorus Strait connects the Black Sea and Sea of Marmara. Basin countries of Bay of Bengal: Bangladesh, India, Indonesia, Myanmar and Sri Lanka. So basin countries of Bay of Bengal: Bangladesh, India, Indonesia, Myanmar, Sri Lanka. അൻഡമാൻ ദ്വീപ് സമൂഹത്തെയും നിക്കോബാർ ദ്വീപ് സമൂഹത്തെയും തമ്മിൽ വേദിരിക്കുന്ന സമുദ്രഭാഗമാണ് 10 ഡിഗ്രി ചാനൽ. അൻഡമാൻ ദ്വീപ് സമൂഹത്തെയും നിക്കോബാർ ദ്വീപ് സമൂഹത്തെയും തമ്മിൽ വേർതിരിക്കുന്ന സമുദ്രഭാഗമാണ് 10 ഡിഗ്രി ചാനൽ. 10 ഡിഗ്രി ചാനൽ സെപ്പറേറ്റ്സ് ഡാഷ് ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ് ഇൻ 2 ഗ്രൂപ്പ്. ആൻസർ അൻഡമാൻ ആൻഡ് നിക്കോബാർ. സോ ദ 10 ഡിഗ്രി ചാനൽ സെപ്പറേറ്റ്സ് അൻഡമാൻ ആൻഡ് നിക്കോബാർ ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ് ഇൻ 2 ഗ്രൂപ്പ്. അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ് സമൂഹമാണ് ലക്ഷദ്വീപ്. അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ് സമൂഹമാണ് ലക്ഷദ്വീപ്. എ വാം ഓഷൻ കറന്റ് അപ്പിയറിംഗ് along the coast of Peru generally during December is El Nino current. A warm ocean current appearing along the coast of Peru generally during the December is El Nino current. Which of the following are correct about the warm currents? Warm currents ആയിട്ട് ബന്ധപ്പെട്ട് കറക്റ്റ് ആയിട്ടുള്ളത് സി ആണ്. ഓൺലി 3, മൂന്നാമത്തെ മാത്രമാണ് ശരിയായിട്ടുള്ളത്. കുറോഷിയോ കറണ്ട്, ബ്രസീലിയൻ കറണ്ട്, ഇവ രണ്ടുമാണ് വാം കറൻറ്റ്സ്. സോ വാം കറൻറ്റ്സ് ആയിട്ട് ബന്ധപ്പെട്ട് കറക്റ്റ് ആയിട്ടുള്ളത് കുറോഷിയോ കറണ്ടും ബ്രസീലിയൻ കറണ്ടും. ബെറിങ് കടലിടുക്ക് വഴി തെക്കോട്ട് ഒഴുകുന്ന സമുദ്രജല പ്രവാഹമാണ് ഒയാഷിയോ. ബെറിങ് കടലിടുക്ക് വഴി തെക്കോട്ട് ഒഴുകുന്ന സമുദ്രജല പ്രവാഹമാണ് ഒയാഷിയോ. Which ocean currents flow in the western coast of South Africa? Benguela currents. Which ocean currents flow in the western coast of South Africa? Benguela currents. ഇനിയൊരു അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ആൻസർ എ ആണ്. ബോത്ത് എ ആൻഡ് ആർ ട്രൂ ആൻഡ് ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. അപ്പോൾ 2 സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റാണ്. അതിൽ ആർ എന്ന് പറയുന്നത് എയുടെ എക്സ്പ്ലനേഷൻ ആണെന്നാണ് ആൻസർ. സോ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് വായിക്കാം. Gulf Stream combines with the Labrador current produce dense fog in North Atlantic. When warm currents meet with cold current, inversion of temperature happens. So ഈ 2 സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റാണ്. Gulf Stream combines with the Labrador current producing the dense fog in North Atlantic. When warm current meet with cold current, inversion of temperature happens. 2 വേലിയേറ്റങ്ങൾ തമ്മിലുള്ള സമയവ്യത്യാസം 12 മണിക്കൂർ 25 മിനിറ്റ്.
2 വേലിയേറ്റങ്ങൾ തമ്മിലുള്ള സമയവ്യത്യാസം 12 മണിക്കൂർ 25 മിനിറ്റ്. അറ്റ്ലാന്റിക് സമുദ്രത്തിലെ പ്രധാന മത്സ്യബന്ധന കേന്ദ്രമാണ് ഗ്രാൻഡ് ബാങ്ക്സ്. അറ്റ്ലാന്റിക് സമുദ്രത്തിലെ പ്രധാന മത്സ്യബന്ധന കേന്ദ്രമാണ് ഗ്രാൻഡ് ബാങ്ക്സ്. ലോകത്തിലെ ഏറ്റവും പുതിയ റിപ്പബ്ലിക് ഏത്? ബാർബഡോസ്. ലോകത്തിലെ ഏറ്റവും പുതിയ റിപ്പബ്ലിക് ഏത്? ബാർബഡോസ്. ലാർജസ്റ്റ് എത്നിക് ഗ്രൂപ്പ് കോൺസെൻട്രേറ്റഡ് ഇൻ നൈഗർ ആൻഡ് നോർത്ത് വെസ്റ്റേൺ നൈജീരിയ? ഹൗസ. Largest ethnic group concentrated in Niger and northwestern Nigeria is Hausa. What will be the time in India when it is 7 am at Greenwich? 12:30 pm. What will be the time in India when it is 7 am at Greenwich? 12:30 pm. ഇവിടെ ഗ്രീൻവിച്ചും ഇന്ത്യൻ ടൈമും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 5 hours 30 minutes ആണ്. അപ്പോൾ നമ്മൾ 7 am കൂടെ 5 hours 30 minutes നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 12 pm എന്നാണ് കിട്ടുക. ഓക്കെ, ഇത്രയാണ് 2022 കേരള PSC വേൾഡ് ജോഗ്രഫിയിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ. ഇതുപോലെ ബാക്കിയുള്ള സബ്ജക്ട്സിൻ്റെയൊക്കെ 2022 ചോദിച്ച ചോദ്യങ്ങൾ പ്ലേലിസ്റ്റിലുണ്ടായിരിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.